നിങ്ങൾക്ക് ഇന്നൊരു പാചകത്തെക്കുറിച്ച് ഞാൻ കാണിക്കാം. വീഡിയോ ഒരുപാട് താമസിക്കണ്ട, ആർക്കും സമയമില്ലല്ലോ. അപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അന്നേരം നമ്മൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഇഞ്ചി വെളുത്തുള്ളി അതിലിട്ടു, എന്നിട്ട് പച്ചമുളക്, കരിവേപ്പില, സവാള, കൊച്ചുള്ളി ഇട്ടു, അതിലേക്ക് നമ്മൾ തക്കാളിപ്പഴം ഇട്ട് നിങ്ങൾക്ക് കാണാതെ പോകരുത്. കാരണം നിങ്ങൾക്ക് എപ്പോഴും പ്രയോജനപ്പെടുന്ന കാര്യമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ കൊഞ്ച് കിട്ടുന്ന സമയമാണ്. കൊഞ്ചിന് 400-500 ഒക്കെ രൂപ വിലയുണ്ട്. ഇപ്പോൾ എന്നും കൊഞ്ച് മേടിച്ച് കറി കൂട്ടാൻ പറ്റുമോ, വരുമാനം ഇല്ലാത്തവരെന്നൊക്കെ ഓർക്കും. നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ എപ്പോഴും വീട്ടിലിരിക്കും. അന്നേരം അത് നമ്മൾ ഇച്ചിരി കൊഞ്ചും മേടിച്ച് വെച്ചാൽ അതിലോട്ട് ഞാൻ കിഴങ്ങ്, എല്ലാവരും പറയും ഷുഗറുണ്ട്, അപ്പോൾ അതുകൊണ്ട് കിഴങ്ങ് കഴിച്ചുകൂടാ. കിഴങ്ങ് കുറച്ച് പേർക്കൊക്കെ ഗ്യാസാണെന്നൊക്കെ പറയും. പക്ഷേ ഇല്ല, നിങ്ങൾക്ക് തോന്നുക ഗ്യാസൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ നീച്ചൊക്കെ വെച്ചത് ചെറുതായിട്ട് ഭക്ഷണം നോക്കിയപ്പോൾ തോനെ അതിലിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, നിങ്ങൾ കാണാതിരിക്കരുത്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. രാവിലെയാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാമോ, നമുക്ക് രാവിലത്തെ കാപ്പിക്ക്, പിന്നെ ഉച്ചക്കലത്തെ ഊണിന്, രാത്രിയിൽ മിക്കവാറും ഉള്ള വീട്ടിലൊക്കെ ചപ്പാത്തി ആയിരിക്കും, അല്ലെങ്കിൽ ദോശയായിരിക്കും, പുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപ്പുമാവാവട്ടെ, എല്ലാത്തിനും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളതുകൊണ്ട് ഇത് കാണാതിരിക്കരുത്. മഞ്ഞൾപ്പൊടി ഇട്ടു, അതിലോട്ട് കുറച്ച് കുരുമുളകിട്ട്, കുരുമുളക് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിനുള്ള അരി അതനുസരിച്ചിടാം. എന്നിട്ട് ഞാൻ ശകലം ഉലുവപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്യാസ് ഉണ്ടാകത്തില്ല, അതിനാണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊഞ്ചിനൊക്കെ വലിയ വിലയാണ്. കറി കൂടുതൽ വേണ്ടുന്ന 3 നേരവും നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഈ പിന്നെ കഷ്ണം തോനെ എടുത്തത്. ഗ്യാസ് ഉണ്ടാകത്തില്ല, നിങ്ങൾ കഴിച്ചു നോക്ക്, ഒരിക്കലും ഉണ്ടാകത്തില്ല. ഷുഗറിന് നമ്മൾ ഒരുപാടങ്ങ് പുഴുങ്ങി തിന്നിയൊന്നും അല്ലല്ലോ, ഒരു ശകലം തീയലൊക്കെ കൂട്ടിയെന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ അങ്ങ് ഷുഗർ കൂടി പോത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഷുഗറിനുള്ള പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കൊഞ്ചാണ് കണ്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ പുരട്ടി വെച്ചതാണ്. കൊഞ്ചും കൂടി ഇതിനകത്ത് നമ്മൾ വഴറ്റുക. കണ്ടോ, കൊഞ്ചും തക്കാളിപ്പഴം, പച്ചമുളക്, സവാള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി മറക്കാതിരിക്കണം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു ഇട്ട് വഴറ്റി, എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചിട്ട് നോക്കണം. എല്ലാവർക്കും എപ്പോഴും ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാനെത്തുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ്. എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുക, മല്ലിപ്പൊടി ഇച്ചിരി ഏറെ ഇടുക. മല്ലിയൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള സാധനമാണ്, അതൊക്കെ ഇച്ചിരി ഏറെ ഇടാം. എന്നിട്ട് അത് നല്ലപോലെ ഇതിൻ്റെ കൂടെ തന്നെ പിടിക്കട്ടെ. അതിന് ഇതിലോട്ട് നമ്മൾ ഉപ്പുപൊടി ഇടുക, ഇച്ചിരി മസാല ഇടുന്നു. മല്ലിപ്പൊടി പൊടിയിട്ടല്ലോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് മുളക് പൊടി, ഉള്ളിക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു.
മുളക് പൊടി, എരിവൊക്കെ നമ്മൾ ഇച്ചിരി ഈ ഉള്ളിയുടെയും സവാളയുടെയും കൊച്ചുള്ളിയുടെയും കിഴങ്ങിൻ്റെയൊക്കെ ഇച്ചിരി മധുരമല്ലയോ, അപ്പം ഇച്ചിരി മുളക് പൊടിയൊക്കെ നല്ലപോലെ ചേർക്കാം. കുരുമുളകിൻ്റെ അരി, പച്ചമുളകിൻ്റെ, ഇഞ്ചിയുടെ എല്ലാത്തിൻ്റെ അരിയുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഞാൻ തിളച്ച വെള്ളം മാറ്റി, തിളച്ച വെള്ളമാണ് ഒഴിച്ചേട്ടോ. നമ്മുടെ കൊഞ്ച് തീയൽ, തേങ്ങ വേണ്ട, തേങ്ങ അരയ്ക്കാതെ നമ്മൾ പെട്ടെന്നുണ്ടാക്കുന്ന കൊഞ്ച് തീയലാണ്. ഈ കൊഞ്ച് തീയലും പുട്ടും കൊഞ്ച് തീയലും കൂടെ നമ്മൾ കൂട്ടിയൊന്ന് കഴിച്ച് നോക്കിയേ. ദോശ, ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന, ചോറ് എല്ലാത്തിനും കഴിക്കാവുന്ന കൊഞ്ച് തീയലാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയേ, എന്തൊരു ടേസ്റ്റാണെന്നറിയോ.